साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति ശാന്തിഃ. സായിരാം, തുടങ്ങിക്കോളൂ മോളെ. ഓം ശ്രീ സായിരാം. എല്ലാമായ ഭഗവാന്റെ പാദങ്ങളിൽ ശതകോടി പ്രണാമങ്ങൾ. ഈ ഒരു കോളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിരാം. എൻ്റെ പേര് രശ്മിത, കോഴിക്കോട് സ്വദേശിയാണ്. സത്യസായി സേവാ സംഘടനയുടെ സംസ്ഥാന മഹിളാ കോർഡിനേറ്റർ, സർവീസ് മഹിളാ കോർഡിനേറ്റർ ആണ്. ശ്രീ സത്യസായി അന്തർശൗച യജ്ഞത്തിലേക്ക് സംസാരിക്കാനായിട്ട് തന്ന ഈ ഒരു അവസരത്തിന് ഭഗവാനോട് നന്ദി പറയുന്നു. ഭഗവാൻ 1968 സെപ്റ്റംബർ 29 പ്രശാന്തി നിലയത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണത്തിലെ ഒരു പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ വായിക്കാനായിട്ട് പോകുന്നത്. ഉപരിതലത്തിലെ പായൽ അകറ്റിയാൽ തടാകത്തിലെ ജലം തെളിയും. കണ്ണാടിയിലെ പൊടി തുടച്ചാൽ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെ കാണാം. ഒരാൾ കാണുന്ന പ്രതിബിംബം ഭാഗികമായ സത്യമാണ്, വെറും പ്രതിബിംബമല്ല. താനെന്നറിയുന്നതാണ് സത്യം. ഞാൻ ആരാണെന്ന് എന്ന് ബിംബം അറിയുന്നതാണ് സത്യം. ഇതെത്ര ആത്മസാക്ഷാത്കാരം! കോടി പ്രകാശവർഷങ്ങൾക്കകലെ നിൽക്കുന്ന നക്ഷത്രങ്ങളെ കണ്ണിന് കാണാം, പക്ഷേ കണ്ണിന് സ്വയം കാണാനാവില്ല. കണ്ണിനെ കാണുന്നതാണ് കാഴ്ച. ഇതാണ് ശരിയായ കാഴ്ച. ഇതുതന്നെയാണ് ആത്മസാക്ഷാത്കാരം. നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാൻ സാധിക്കും? ഒരു വിമാനം മുകളിൽ കാണുമ്പോൾ അതിലൊരു പൈലറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പൈലറ്റിനെ കാണണമെങ്കിലോ നിങ്ങൾ പ്ലെയിനിൽ കയറിയേ തീരൂ. അതിന് ടിക്കറ്റ് എടുക്കുകയും വേണം. യോഗ്യത ആർജിക്കുക, എന്നിട്ട് കാണുക. വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞു, എന്തെന്നോ, ഒരു അവിവേകിക്കും എന്നെയോ എൻ്റെ പ്രവർത്തനങ്ങളെയോ മനസ്സിലാവില്ലെന്ന്. മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ ശവം കീറി മുറിക്കുന്നു. എന്തിനാണെന്നോ, ജീവനുള്ള ശരീരത്തെക്കുറിച്ച് പഠിക്കുവാൻ. ഈശ്വരനെ കുറിച്ചുള്ള അന്വേഷണവും ശരീരത്തെക്കുറിച്ച് പഠിക്കുവാൻ. ഈശ്വരനെ കുറിച്ചുള്ള അന്വേഷണവും പഠനവും ഏതാണ്ട് ഈ വിധം തന്നെയാണ്. ഡോക്ടർ ഒരു രോഗിയെ പരിശോധിക്കുന്നു. ഡോക്ടർ ചോദിക്കുന്നു, രോഗി പറയുന്നു. ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നു. ഇരു കൂട്ടർക്കും ഒരു കാര്യം അറിയില്ല, ഇവർക്ക് രണ്ടു പേർക്കും ഇടയിലെ മൂന്നാമതൊരു ശക്തിയെ കുറിച്ച്. നിങ്ങൾക്കൊരു നദിക്കരയിലെത്തി. അക്കരെ കടക്കണം. മുടന്തനോടോ അന്ധനോടോ ചോദിക്കില്ല. മുടന്തനല്ലാത്ത അന്ധനല്ലാത്ത പലവട്ടം പുഴ കടന്ന ഒരാളെ നിങ്ങൾ പിന്തുടരും. അനുഭവമുള്ള ഒരാളെയാണ് നിങ്ങൾ അനുസന്ധാനം ചെയ്യുന്നത്. പുസ്തകം നോക്കി പഠിച്ച ഒരുവന് പ്രായോഗിക ജ്ഞാനം ഉണ്ടാവില്ല. ബുദ്ധി കുത്തനെ നിറയ്ക്കുന്ന ഗുരു യഥാർത്ഥ ഗുരുവല്ല. അറിയാൻ, പരീക്ഷിക്കാൻ, അനുഭവിക്കാൻ, എന്നിട്ട് വിശ്വസിക്കാൻ പഠിപ്പിക്കുന്നവനാണ് യഥാർത്ഥ ഗുരു. തിരിച്ചറിയാനുള്ള ഉപാധി ഒന്നു മാത്രമാണ് ബുദ്ധി. ജ്ഞാനം കൊണ്ടേ സത്യം കണ്ടെത്താൻ കഴിയൂ. ഇവിടെയാണ് ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന ഗായത്രി മന്ത്രത്തിന്റെ പൊരുൾ അറിയേണ്ടത്. ജീവികളിൽ ഞാൻ ജ്ഞാനമാകുന്നുവെന്ന് കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഈശ്വരൻ അരുളുന്നത് ശ്രദ്ധയോടും ബുദ്ധിയോടും കൂടി കേൾക്കുക. അർജുനൻ കേട്ടതുപോലെ നിങ്ങൾക്കും ഭഗവാനിൽ നിന്നൊരു ഗീത കിട്ടും. രഥത്തിലിരുന്ന്. ഭഗവാൻ തേരാളിയാണല്ലോ.
സെപ്റ്റംബർ 29, 1968 പ്രശാന്ത് നിലയത്തിൽ വെച്ച് ഭഗവാൻ നടത്തിയ പ്രഭാഷണത്തിലെ ഒരു പ്രസക്ത ഭാഗമാണിത്. മോളുടെ അനുഭവങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. സൈറാം. ഭഗവാന്റെ അനുഗ്രഹം. സൈറാം. ഭഗവാനായിട്ടുള്ളൊരു അനുഭവം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഈ ബുക്കില് വായിച്ച പോലെ എങ്ങനെയാണ് കാസർഗോഡ് DP സതീഷ് സാറ് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഭഗവാനിൽ എത്തിയത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയേണ്ടതെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ നിമിഷവും ഭഗവാനായിട്ടുള്ള അനുഭവങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ എത്തിയത് എങ്ങനെയെന്ന് ചോദിച്ച സ്ഥിതിക്ക് അത് ഞാൻ പറയേണ്ടതായിട്ടിരിക്കുന്നു. അത് തന്നെയാണ് എൻ്റെ ജീവിതം ഉടനീളം ഇതുവരെയുള്ള ഒരു ഫാക്ടേഴ്സും. അപ്പം സ്വാമിയുടെ പ്രസ്ഥാനത്തിലേക്ക് ഭഗവാനിലേക്ക് എത്തുന്നത് 1993 ഭഗവാന്റെ ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് സ്വാമിയുടെ ഹോസ്പിറ്റൽ ഇനോഗ്രേറ്റ് ചെയ്ത് 2 വർഷം കഴിയുമ്പം ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് ആയിട്ടാണ് ഞാൻ എത്തുന്നത്. ജനിച്ചപ്പോഴേ ബൈ ബർത്ത് അയോട്ടിക് വാൾവിന്റെ ഡിഫക്റ്റോട് കൂടിയിട്ടാണ് ജനിക്കുന്നത്. അന്നൊക്കെ വലിയൊരു അസുഖമായിരുന്നു, ഹാർട്ടിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും ഒരു സുഖമില്ലാത്തൊരു കുട്ടീനെ കിട്ടിയിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഒരുപാട് സങ്കടപ്പെട്ട് വിഷമിച്ച് നടക്കുന്ന ഒരു കാലത്ത് ഭഗവാൻ ആനന്ദേട്ടൻ എന്നുള്ള ഞങ്ങളുടെ ഇപ്പോഴത്തെ ചാത്തമംഗലം സമിതി കൺവീനർ, അദ്ദേഹം ഫാമിലി ഫ്രണ്ട് ആയിരുന്നു അച്ഛന്റെ. അങ്ങനെ അദ്ദേഹമാണ് പുട്ടപ്പർത്തിയിൽ കൊണ്ടുപോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെയും എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇന്നിപ്പോ എന്നെ കാണാൻ നിങ്ങൾക്ക് ഒന്നുമില്ല, അന്നും ഒന്നുമില്ല, കാണാൻ പ്രത്യക്ഷത്തിലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരുമായിട്ട് ആനന്ദേട്ടൻ എന്നെയും കൊണ്ട് അച്ഛനും അമ്മയൊക്കെ സഹിതം പുട്ടപ്പർത്തി പോവാണ്. പ്രശാന്ത് നിലയത്തിൽ എത്തിയിട്ട് അവിടെ സ്വാമിയുടെ ഹോസ്പിറ്റലിലെത്തി. അവിടുന്ന് കാണിച്ചു. അപ്പൊ കാണിച്ച സമയത്ത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസാണ്, എന്തിനാണ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെ ഒരു കേസൊക്കെ റിസ്ക് ഏറ്റെടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം അച്ഛന് അതൊരുപാട് വിഷമായി. പക്ഷെ അച്ഛൻ ആ ഒരു സായിഭക്തനല്ല. അച്ഛനൊരു എന്താ പറയാ ചെയിൻ സ്മോക്കറാണ്, നോൺ വെജിറ്റേറിയൻ ഇല്ലാതെ ഭക്ഷണം ഇറങ്ങാത്ത ഒരാളാണ്. പക്ഷെ അച്ഛൻ ആ ഭഗവാന്റെ പ്രശാന്ത് നിലയത്തിൽ എത്തിയപ്പോൾ മനസ്സിലായി ഇതൊരു ഭൂലോക വൈകുണ്ഠമാണ്, ഇത് ഈശ്വരൻ തന്നെയാണ് തിരിച്ചറിഞ്ഞു. അച്ഛന് ഹോസ്പിറ്റലിലേക്ക് എന്നെ സമർപ്പിക്കുന്നതിന് പകരം പ്രശാന്ത് നിലയത്തില് ഭഗവാന്റെ അടുത്ത് അവിടുന്ന് പറഞ്ഞു ഇത്രേ, ഹോസ്പിറ്റലിനോ മെഡിക്കൽ സയൻസിനോ ഒന്നും പറ്റാത്തത് ഭഗവാന് പറ്റും, ഞാൻ എൻ്റെ മോളെ ഇവിടെ സ്വാമിക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു എന്നാണ് അച്ഛൻ പറയുന്നത്. പിന്നീട് വർഷങ്ങൾ എല്ലാ വർഷവും പുട്ടപർത്തി ചെക്കപ്പ് ഉണ്ടായിരുന്നു. ചെക്കപ്പുകളൊക്കെ വർഷാവർഷം നടക്കും. അങ്ങനെ സ്വാമി അതിലൊക്കെ എല്ലാ വർഷവും പല പല അനുഭവങ്ങളും ഉണ്ട്. അങ്ങനെ ഒരിക്കല് ചെറിയൊരു സർജറിക്ക് വേണ്ടിയിട്ട് പ്രശാന്ത് നിലയത്തിൽ ഹോസ്പിറ്റലിൽ റെഡിയായി. അങ്ങനെ സർജറിക്ക് കയറ്റുന്നതിന് മുൻപേ എനിക്കൊരു 11 years ഒക്കെ ആയിണ്ടാവും. ജസ്റ്റ് ലാസ്റ്റ് ഒരു എക്കോ എടുക്കുന്ന സമയത്ത് സ്വാമിയുടെ ഹോസ്പിറ്റലില് മ്യൂസിക് പ്ലേ ആയി. അതിനർത്ഥം സ്വാമി വിസിറ്റ് ചെയ്യുന്നു ഹോസ്പിറ്റലിനാ. അങ്ങനെ ഡോക്ടർ എന്നെയും കൂട്ടിയിട്ട് പോയി കാണാൻ. അപ്പൊ കാർഡിയാക്ക് OP ആണ് ഫസ്റ്റ് ഹോസ്പിറ്റലിൽ വരിക. അപ്പൊ സ്വാമി ഒരു ഓപ്പൺ കാറിൽ വരികയായിരുന്നു. സ്വാമി വന്നു, എല്ലാ പേഷ്യൻസിനും ഡോക്ടേഴ്സൊക്കെ ഗ്ലാസ് ഇട്ട് അകത്ത് നിൽക്കുകയാണ്. ഗ്ലാസ്സുള്ള ഡോറ് പൂട്ടിയിട്ടുണ്ട്. അപ്പൊ സ്വാമി എല്ലാവരും ബ്ലസ് ചെയ്തു. ഭഗവാൻ എന്നെ മാത്രം നോക്കുന്നില്ല, ഞാൻ വളരെ ചെറുതായതുകൊണ്ട് താഴേക്ക് സ്വാമി നോക്കുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ ഭഗവാന്റെ ഇപ്പോഴുള്ളതിനേക്കാളും ഭക്തയാണ്. അത് സ്വാമി എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഭഗവാനെ കണ്ട കരഞ്ഞുകൊണ്ടേയിരിക്കും ആ ചെറിയ പ്രായത്തിലും. അപ്പം സ്വാമീനെ നോക്കാത്തപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. ഞാൻ അങ്ങനെ കൈകൂപ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാമിയുടെ കാറ് മൂവ് ചെയ്തു മുന്നോട്ട്. അപ്പൊ പെട്ടെന്ന് ഭഗവാനെ കാറ് നിർത്താൻ പറഞ്ഞു. എന്നിട്ട് എന്നെ നോക്കിയിട്ട് സ്വാമി കുറെ നേരം സംസാരിച്ചു. ഇങ്ങനെ ചോദിക്കുകയാണ്, തലയാട്ടിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഗ്ലാസ് ഡോർ പൂട്ടിയതുകൊണ്ട് എന്താണ് സ്വാമി പറയുന്നതെന്ന് വ്യക്തമാവില്ല, പക്ഷെ എന്തോ ചോദിക്കുകയാണെന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. കുറെ നേരം പറഞ്ഞിട്ട് എനിക്ക് കാര്യമൊന്നും മനസ്സിലാവില്ല. കണ്ടപ്പോ സ്വാമി കൂടെയുള്ള ഓഫീസേഴ്സിനോടായിട്ട് എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് എന്നെ ഇങ്ങനെ ബ്ലസ് ചെയ്തിട്ട് ചിരിച്ചിട്ട് പോയി. അങ്ങനെ സാറ് ഡോക്ടർ എന്നെ കൊണ്ടിട്ട് എന്ത് ചെയ്തു, തിരിച്ച് എക്കോ കംപ്ലീറ്റ് ചെയ്തു. വീൽ ചെയർ സ്ട്രക്ചറിൽ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അമ്മയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അച്ഛൻ അവിടെ സേവാദളാണ്. എന്നെ എന്നാണോ 93 മുതൽ അച്ഛൻ പ്രശാന്ത് നിലയത്തില് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സേവാദളാണ്. ഇതുപോലെ എന്നെ ആനന്ദേട്ടം കൊണ്ടുവന്ന പോലെ അച്ഛൻ നിരവധി പേഷ്യൻസിനെ അവിടെ കാണിക്കാനായിട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ തിരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. അവിടെ നമ്മൾ പേപ്പർ കൊടുത്ത്, അപ്പൊ ഡോക്ടർ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, സ്വാമി ഇതാ ജസ്റ്റ് ഇവിടെ വന്ന് തിരിച്ചു പോയതേ ഉള്ളൂ,
നിങ്ങളോട് ഇവിടെ നിൽക്കണ്ട, തിരിച്ച് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷായി. അപ്പൊ നമ്മൾ വിചാരിച്ചത് സ്വാമിയാണല്ലോ പറയുന്നത്, തിരിച്ച് വീട്ടിൽ പോയിക്കോളാം, ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രോഗം ഇല്ല എന്നാണല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ, അതിലൊന്നും ഒരു ഇതുമില്ല. അപ്പം നമ്മൾ ഭയങ്കര സന്തോഷത്തില് തിരിച്ചു അച്ഛനോടൊക്കെ പറഞ്ഞു തിരിച്ചെന്ന് തന്നെ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോഴേക്കും എല്ലാം ന്യൂസ് ഫ്ലാഷായി. നമ്മളിങ്ങനെ സ്വാമി ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്തു, വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു എന്നുള്ളത്. പിന്നെ അത് ഓപ്പറേഷൻ വേണ്ടാന്നുള്ളതായിരുന്നില്ല, അവിടുന്ന് ചെയ്യണ്ടെന്നായിരുന്നു എന്നുള്ളതാണ് സ്വാമിയുടെ സങ്കല്പം. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് മാറ്റി വൈറ്റ്ഫീൽഡ് ഹോസ്പിറ്റലിലേക്ക് ആക്കി. പിന്നെ വൈറ്റ്ഫീൽഡ് ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ നിരന്തരം ഭഗവാൻ മാത്രം എന്നുള്ള ഒരൊറ്റ കൺസെപ്റ്റേ ഉള്ളൂ. ഭഗവാന്റെ പ്രവർത്തനം അന്നും ഇന്നും അതേ ഉള്ളൂ, എപ്പോഴും അതിനാണ് പ്രയോറിറ്റി ജീവിതത്തില്. അപ്പൊ സ്വാമിയുടെ എന്താ പറയാ, ടീച്ചിങ്സ് പഠിക്കുക, പ്രവർത്തിക്കുക. 2007 ഒരു ഇന്റർവ്യൂവിൽ സ്വാമി സെലക്ട് ചെയ്ത് കൊണ്ടുപോയിരുന്നു. അതൊക്കെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഗ്രഹമാണ്. അപ്പോൾ നിറയെ ഭഗവാന്റെ അനുഗ്രഹങ്ങളേ ഉള്ളൂ. 2007 തന്നെ ഒരു ചെറിയ ബലൂൺ സർജറി വൈറ്റ്ഫീൽഡ് ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞു. പിന്നെ അതിനുശേഷം നിരന്തരം അവിടെ തന്നെ ചെക്കപ്പ് ആയിരുന്നു. പിന്നീട് സ്വാമി വിവാഹം കഴിപ്പിച്ചു, സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് വിവാഹം കഴിച്ചു. ഒരു മകനുണ്ട്, സായി ദേവക്ക്. ഹസ്ബൻഡിന്റെ പേര് ഷാജി എന്നാണ്. അപ്പം വിവാഹം കഴിച്ചതൊക്കെ മകനുണ്ടായതും എല്ലാം ഓരോ നിമിഷവും ഓരോ കഥകളാണ്. 2-3 പേജുകൾ എഴുതാൻ മാത്രമുള്ള അനുഭവങ്ങളാണ്. അതിനുശേഷം റീസെന്റ് ആയിട്ട് ലാസ്റ്റ് ഇയർ ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞു. വാൾവ് മെറ്റാലിക് വാൾവായിട്ട് റീപ്ലേസ് ചെയ്തു. അത് പക്ഷെ അവിടെ നിന്നൊന്നുമല്ല ചെയ്തത്, അമൃത ഹോസ്പിറ്റലിൽ നിന്നാണ്. അതും ഭഗവാന്റെ നിയോഗമാണ് അവിടെ എത്തിച്ചതും ചെയ്തതും എല്ലാം. അപ്പം ഒരു അനുഭവങ്ങളല്ല, നിറയെ സ്വാമിയുടെ ടച്ച്. ഇപ്പൊ ഈ ഞാൻ നിന്ന് വായിച്ച സത്യസായി വാണിയിലുള്ളതും അത് തന്നെയാണ്. ഡോക്ടർക്കും രോഗിക്കും ഇടയിൽ ഒരാളുണ്ട്, അത് ഭഗവാനാണ്. പല രീതിയിൽ നമ്മളെ സ്വാമി ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ സത്യസായി ബാബയുടെ അവതാര ദൗത്യ പൂർത്തീകരണത്തിനായിട്ട് സ്വാമി പല വേയിലൂടെ എടുക്കും. അപ്പൊ എന്നെ എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഒരു പേഷ്യന്റ് ആയിട്ടാണെങ്കിൽ അതെനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് ഇങ്ങനൊരു ഡിഫക്റ്റും ഇങ്ങനൊരു അസുഖം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സത്യസായി ഭഗവാന്റെ പ്രസ്ഥാനത്തിൽ എത്താനും പ്രവർത്തിക്കാനും ഭഗവാനെ കാണാനും തൊടാനും അനുഭവിക്കാനും ഉപദേശങ്ങൾ കേൾക്കാനും ആ ആനന്ദത്തിൽ ആറാടാനും പിന്നീട് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും ഇന്നും അതുപോലെ പ്രവർത്തിക്കാനും സാധിച്ചത് എനിക്ക് അങ്ങനൊരു അസുഖമുള്ളത് കൊണ്ട് മാത്രമാണ്. ഇന്നും ഞാൻ ആ അസുഖത്തിനെ ഒരിക്കലും കുറ്റപ്പെടുത്തല്ല, ഞാൻ സന്തോഷിക്കുകയുള്ളൂ. കാരണം എനിക്ക് എൻ്റെ ഭഗവാനെ അറിയാനും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നിറയെ ഇപ്പോഴും ഈ 1 year ആയിട്ടേ ഉള്ളൂ സർജറി കഴിഞ്ഞിട്ടെന്ന് ഞാൻ പറഞ്ഞു. അതെല്ലാം സ്വാമിയുടെ കൈവെള്ളയിൽ സ്വാമി കൊണ്ടു നടന്നിട്ടാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം തരും, പക്ഷെ എവിടെയും നമ്മൾ തളരരുത്. ഓരോരുത്തരും അതെ, നമുക്ക് എന്ത് ബുദ്ധിമുട്ട് തരുവാണെങ്കിലും നമ്മൾ മനസ്സിലാക്കുക ഭഗവാൻ കൂടെ ഉണ്ട്, നമ്മളെ സ്ട്രോങ് ആക്കാനായിട്ടാണ്. കൂടുതൽ കൂടുതൽ പ്രചോദിതരായിട്ട് നമ്മൾ കേട്ടില്ലേ അനിൽകുമാർ സാറ് പറയുന്നത്, ഒരിക്കലും ക്യാൻസർ വരുമ്പം ക്യാൻസർ ക്യാൻസൽ ചെയ്യുമ്പോഴല്ല ഈശ്വരനാണ് ഭഗവാൻ സത്യസായി ബാബ എന്ന് പറയേണ്ടത്. മറിച്ചോ ക്യാൻസർ ഇരിക്കുമ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് ഭഗവാനാണ്, ഇത് എന്റെ പ്രാരാബ്ധങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് സ്വാമി തരുന്ന അനുഭവങ്ങളാണ്. ഓരോ നിമിഷവും എത്ര സന്തോഷവാന്മാരാവട്ടെ എത്ര ദുഃഖവാന്മാരാവട്ടെ നമ്മൾ സമചിത്തതയോടുകൂടി ഭഗവാനെ മുറുകെ പിടിക്കുക. സെലക്ട് ചെയ്തതിന്റെ പ്രാധാന്യം ഒരിക്കലും മറക്കാതിരിക്കുക. സ്വാമി തരുന്ന അവസരങ്ങൾ ഒന്നും ചെറിയതല്ല. ഒരൊറ്റ ചെറിയ അനുഭവം കൂടി പറയാം. എന്റെ കല്യാണം നിശ്ചയിച്ച സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഭഗവാൻ കുറേ കറക്കി, ഒന്നും ഈസി ആയിട്ട് സ്വാമി തരില്ല. ഇപ്പൊ ഈ കോളിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവർക്കും ഭഗവാനായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉള്ളവരായിരിക്കും. 79th ഡേ ആണിത്. നിങ്ങളൊക്കെ ഒത്തിരി അനുഭവങ്ങൾ കേട്ടിട്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പം എന്റെ കല്യാണം നിശ്ചയിച്ച് കത്ത് കൊടുക്കുന്ന സമയത്ത് ആ സമയത്ത് മുഴുവൻ സമയം ഭഗവാൻ സമിതികളിൽ പ്രവർത്തിക്കാന്നുള്ള 2007 സ്വാമി ഗ്രാമസേവ ചെയ്യൂന്ന് യൂത്തിനോട് ആഹ്വാനം ചെയ്ത സമയത്ത് ആ ഇന്റർവ്യൂ കിട്ടാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം മുഴുവൻ സമയവും സമിതിയിലും ഗ്രാമസേവയും പ്രവർത്തനങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ കല്യാണമാണെന്നും എനിക്കിതിൽ പാർട്ടുണ്ട് എന്നുള്ളതും മറന്നുപോയി. അങ്ങനെ ഒരു കത്ത് പാക്ക് ചെയ്യുന്ന ഒരു സമയം, കത്ത് ഇങ്ങനെ കവറിൽ ഇടുന്ന ഒരു സമയം. അപ്പൊ ആദ്യത്തെ കത്ത് സ്വാമിക്ക് ബ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണല്ലോ. അപ്പൊ അത് ഓരോ കത്തായിട്ട് എടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. രാത്രിയാണ്. അപ്പൊ ഓരോ കത്തെടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത കത്തിന്റെ ഡിസൈൻസ് ഗ്രീൻ കളറിലാണ്.
നമ്മൾ പറയില്ലേ ഒരു നല്ലൊരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഡിസൈൻ ഉള്ളത്. അപ്പോൾ ഫുള്ളും ഡിസൈൻ ഉള്ള കത്താണ്. അപ്പോൾ ഇത് കുറേ നേരം ഞാനിതിങ്ങനെ കവറിലേക്ക് പാക്ക് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ഫോട്ടോ ഉണ്ട് മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ കത്ത് പാക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, എന്തുകൊണ്ട് ഞാൻ ഈ ഡിസൈൻ ഓറഞ്ച് കളറിൽ സ്വാമിയുടെ അങ്കിയുടെ കളറിൽ ഞാൻ എന്തുകൊണ്ട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞില്ല? അങ്കിയുടെ കളറായിരുന്നു, എന്ത് മനോഹരായിരുന്നു സ്വാമിക്ക്. ഈ സ്വാമിക്ക് ബ്ലെസ് ചെയ്യുന്ന ആ സമയത്ത് ഇത് അങ്കിയുടെ കളറാകുമ്പോ എത്ര മനോഹരമായിരിക്കും. ഭഗവാൻ മുന്നിൽ നിൽക്കുന്നു, അങ്കിയുടെ കളറുള്ള ലെറ്റർ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ജസ്റ്റ് ഞാൻ നെക്സ്റ്റ് എടുക്കുന്ന ലെറ്ററിൽ സ്വാമിയുടെ അങ്കിയുടെ കളറുള്ള ഡിസൈൻ, മൊത്തം ഫുൾ ഡിസൈനും ഭഗവാന്റെ അങ്കിയുടെ കളറ്, ആ ഓറഞ്ച് കളറ്. അതിന്റെ മേലെയോ അതിന്റെ താഴെയോ ആ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരൊറ്റ കത്ത് പോലും ഓറഞ്ച് കളറില്ല. ഞാൻ ആ മനസ്സിൽ വിചാരിച്ചെടുത്ത ഒരൊറ്റ കത്ത് മാത്രമേ അതുള്ളൂ. ആ കത്ത് തന്നെയാണ് ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ബ്ലെസ് ചെയ്യാനായിട്ട് കൊണ്ടുപോയത്. അപ്പം നല്ല ചിന്തകളാണെങ്കിൽ, ഭഗവാനെ നേടാനാണ് നമുക്ക് ആഗ്രഹമെങ്കിൽ ഒരിക്കലും ഒരു സംശയം വേണ്ട, സ്വാമി സദാ കൂടെ ഉണ്ടാവും. ഇതൊരു മറ്റ് ഈശ്വരനെ പോലെയോ മറ്റ് അവതാരങ്ങളെ പോലെയോ അല്ല, പ്രേമസ്വരൂപനാണ് സ്വാമിയുടെ. എനിക്കറിയാം, എന്റെ അനുഭവങ്ങളൊന്നും ഒന്നുമല്ല. എല്ലാവർക്കും, ഓരോരുത്തർക്കും, ഒരാളും ഭഗവാനെ നിന്ദിക്കുന്നവരെ പോലും ഭഗവാൻ സദാ അനുഗ്രഹിക്കുന്ന ഒരു ഭഗവാനാണ്. അത്രയ്ക്കും പ്രേമസ്വരൂപനാണ്. ഭഗവാന്റെ സെന്റിനറി ഇയർ സെലിബ്രേഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ആ സെലിബ്രേഷനിൽ നമുക്ക് ഇപ്പം 23-ാം തീയതി ബർത്ത്ഡേ ആണ്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള റെപ്രസെന്റേഷനും ഈ കോളിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതാം. ഒരിക്കലും കുറയ്ക്കാതിരിക്കുക. നമ്മളുടെ ഈശ്വരന്റെ പിറന്നാളാണ്, ആരും അറിയാതെ ആയി പോവരുത്. സമൂഹം, ഈ ലോകം, എല്ലാവരും അറിയട്ടെ സത്യസായി ഭഗവാന്റെ ജന്മദിനമാണ്. ഈ പ്രാവശ്യം 99th ആണ്. 100th ബർത്ത്ഡേന്റെ ഒരു മിനി മോഡൽ ആയിരിക്കണം. എല്ലാ സമിതികളും ഉണരട്ടെ, എല്ലാ സായി ഭക്തന്മാരും സമിതികളിലേക്ക് ഒഴുകട്ടെ. അതിന് പ്രവർത്തിക്കാനുള്ള ഊർജം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഇത്രമാത്രം അനുഭവങ്ങൾ ഓരോരുത്തർക്കും തരുന്നത് സ്വന്തം അനുഭവമായതുകൊണ്ടല്ല, അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൽ ഭഗവാനാൽ നിർമ്മിച്ചൊരു പ്രസ്ഥാനത്തിൽ എന്നെയും നിങ്ങളെയും എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങിക്കിടക്കരുത്. ഏറ്റവും ബെസ്റ്റ്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഭഗവാനായിട്ട് സമർപ്പിക്കാം. ഭഗവാന് നമ്മളുടെ സമർപ്പണം വേണ്ട, എനിക്കും നിങ്ങൾക്കും നമ്മുടെ സെൽഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോ നമ്മുടെ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു 79th ഡേയ്സിൽ എത്തി ഈ ഒരു സത്സംഗങ്ങളിൽ അതും അത് തന്നെയാണ്. ഈ രാത്രികളിൽ നമ്മൾ സത്സംഗം നടത്തി അടുത്ത ദിവസം രാവിലെകളിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ആവാതിരിക്കട്ടെ, സംഘടനയുടെ ഭഗവാന്റെ പ്രവർത്തനങ്ങളായിരിക്കട്ടെ നമുക്ക് മുന്നിൽ ഇനി ഉള്ളത് മുഴുവനും. മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളും സെക്കൻഡറി ആയിരിക്കട്ടെ. ഭഗവാന്റെ ജന്മദിനം ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താ? ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ആഘോഷത്തിനേക്കാളും സേവനം ചെയ്ത് ആധ്യാത്മിക സാധനകൾ സമൂഹത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് എല്ലാ ജില്ലകളിലും ഏറ്റവും മനോഹരമായിട്ടുള്ള, കേരളം മുഴുവൻ 23-ാം തീയതി, നവംബർ 23-ാം തീയതി എന്താ പറയാ, സത്യസായി ഭഗവാന്റെ ബർത്ത്ഡേ ആഘോഷം. അത് ഒരു വർഷം 2024 നവംബർ 23 മുതൽ 2025 നവംബർ 23 ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം. പിന്നീട് അങ്ങോട്ട് നമ്മുടെ പ്രസ്ഥാനത്തിന് ഏറ്റവും മനോഹരമായിട്ട് ഇതുപോലെ അനുഭവങ്ങളും ഭഗവാന്റെ അനുഗ്രഹങ്ങളും നിറഞ്ഞ ആളുകൾ കൊണ്ട് നിറയട്ടെ. യാതൊരു തരത്തിലെ വിദ്വേഷങ്ങളോ വിഷമങ്ങളോ ഇഷ്ടക്കേടുകളോ അനിഷ്ടങ്ങളോ ഒന്നും നമ്മൾ കരുതരുത്, മനസ്സിലുണ്ടാവരുത്. ഭഗവാൻ നൽകിയിട്ടുള്ള ആ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം അത് സദാ ഒരു നിമിഷം, ഇപ്പൊ ഞാൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് സ്വാമിയുടെ പൂർണ്ണ കരുണ കൊണ്ട് മാത്രമാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആരോടും ഒന്നിനെ കൊണ്ടും ഒരു തരത്തിലും നമുക്ക് ഒരാളോട് ഒരു വിഷമോ ഒന്നുമില്ല. സ്വാമിയുടെ അനുഗ്രഹം മാത്രമാണ് എല്ലാത്തിനും ആധാരം എന്ന് വിശ്വസിക്കുകയാണ്. ചെറിയൊരു സമയം കൊണ്ട് അനുഭവങ്ങൾ പറയാൻ പറ്റുമെന്നുള്ള വലിയൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക്. ടൈം വളരെ പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ്. നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് കൂടുതലായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. ഇനി ഒരു പ്രസന്റേഷനും ഉണ്ട്, പിന്നെ ഒരു ഭജനയുണ്ട്. എന്നാൽ മാത്രമേ 9:30 കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു അവസരത്തിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ പോലും പ്രശാന്തി സേവയുടെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ജനുവരിയിലാണ് നമ്മളുടെ, ജനുവരി 31 നമ്മളുടെ പ്രശാന്തി സേവ. ഓരോരുത്തരും ഒരുങ്ങുക.
ഇത് ഭഗവാനെ സേവിക്കാൻ പ്രശാന്തി നിലയത്തില് നമുക്ക് മാത്രം കിട്ടിയിരിക്കുന്ന അസുലഭ അവസരമാണ്. ഒരിക്കൽ പോലും ഒരു സന്ദേഹം ഉണ്ടാവരുത്. ഞാനും പങ്കെടുക്കട്ടെ. ഇപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്നെ എത്തിച്ച ഒരാളെയാണ് അല്ലെ. അദ്ദേഹം എനിക്ക് ഭഗവാനെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ്. അതുപോലെ നമ്മൾ പുതിയ പുതിയ ആളുകളിലേക്ക് ഭഗവത് സന്ദേശം എത്തിക്കുക, പുതിയ പുതിയ ആളുകളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുക. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ആനന്ദം അവർക്കും കൂടി ലഭിക്കട്ടെ, അതിനുവേണ്ടി പ്രവർത്തിക്കുക. പ്രശാന്തിയിലും സേവ എപ്പോഴും നമ്മൾ വിചാരിക്കണം എന്താ, ജനുവരി വിചാരിക്കും ജൂലൈ പോവാ, ജൂലൈയിൽ വിചാരിക്കും ജനുവരി പോവാ അല്ലെ. അടുത്ത ജനുവരി നമ്മളുണ്ടോ, അടുത്ത ജൂലൈയിൽ നമ്മളുണ്ടോ എന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റില്ല. അപ്പോ ഇത് തന്നെ ആവട്ടെ നമ്മളുടെ കറക്റ്റ് സമയം. ഞാൻ മാത്രമല്ല, എനിക്ക് ചുറ്റിലുമുള്ള ആളുകൾക്ക് കൂടി എന്തെത്തിക്കുക, ഭഗവാന്റെ പ്രശാന്തിയിലെ സേവ ചെയ്യാനായിട്ട് എത്തിക്കുക. ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും സ്വാമിയുടെ പ്രസ്ഥാനത്തിൽ ഒന്നും ചെറുതല്ല. ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളും പ്രക്രിയകളും എല്ലാം വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുക. ഭഗവാന്റെ സന്തോഷമാണ് എന്ത്, അതായത് ഭഗവാന്റെ ഭക്തന്മാരുടെ സന്തോഷമാണ് എന്ത്, ഭഗവാന്റെ ആഹാരം. അപ്പൊ നമ്മള് ഒരിക്കലും ഭഗവാനെ പട്ടിണിക്കിടരുത്. നമ്മളെ ഭഗവാനെ അതായത് വയറ് നിറയെ ഭക്ഷണം കൊടുത്ത് ആനന്ദിച്ചിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കണം. ഒരു തരത്തിലും വിഷമിക്കരുത്. അസുഖങ്ങളോ സാമ്പത്തിക ബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ എന്ത് തന്നെ ഉണ്ടായിക്കോട്ടെ, മുറുകെ പിടിക്കുക. സദാസമയം നാമസ്മരണ ചെയ്യുക, ഭഗവാന്റെ ഗായത്രി ഉരുവിട്ടുകൊണ്ടേയിരിക്കുക, സായിരാം ജപിച്ചുകൊണ്ടേയിരിക്കുക. എത്ര വലിയ ദുഃഖങ്ങളായിക്കോട്ടെ, വിഷമങ്ങളായിക്കോട്ടെ, ഭീതികളായിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, അതെല്ലാം സഹിക്കാൻ എന്റെ കൂടെ എന്റെ സ്വാമി സദാ ഉണ്ടാവണേ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള പ്രാർത്ഥന അവിടെ സമർപ്പിക്കുക. ഓരോ നിമിഷവും ഭഗവാനിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്വാമിയെ കണ്ണടച്ച മനസ്സിൽ എന്തിനു പോവുകയാണെങ്കിൽ സ്വാമി ഞാൻ ഇതിന് പോവുകയാണ്, എന്റെ കൂടെ ഉണ്ടാവണേ, ഭഗവാൻ പ്രവർത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അവിടെ സ്വാമി തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യും. ഓരോ നിമിഷവും നമ്മൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മറ്റൊരു കാര്യത്തിനുമല്ല, എന്റെ സ്വാമി എന്നുള്ള ഒരൊറ്റ വിചാരം മാത്രം. നമ്മളെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ, പ്രൊഫഷണൽ ലൈഫ് ആയിക്കോട്ടെ, മറ്റേത് കാര്യങ്ങളായിക്കോട്ടെ, ഭഗവാൻ ആവട്ടെ പ്രയോറിറ്റി. എല്ലാത്തിന്റെയും അടിസ്ഥാനം സ്വാമി ആവട്ടെ. സന്തോഷത്തോടു കൂടി ഇരിക്കുക. സന്തോഷം സമാധാനം ഭഗവാൻ എല്ലാവർക്കും തരട്ടെ. ഞാൻ പറഞ്ഞ എന്റെ എല്ലാ വാക്കുകളും സ്വാമിയുടെ പാദത്തില് സമർപ്പിക്കുകയാണ്. ഇത് കേട്ട എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ സായിരാം. താങ്ക് യു മോളെ, ഇറ്റ്സ് വെരി നൈസ്. നന്നായിരുന്നു കേട്ടോ പ്രസന്റേഷൻ. భగవంతుడనగా ఏమిటి? Who is God? భా అనగా ప్రకాశము, Bha, effulgence. వా అనగా వర్తించటము, Va, conducting గా అనగా oneself. అభివృద్ధి గావించటము, Va means developing. వాన్ అనగా వ్యాప్తి గావించేటువంటి వాడు. Van, vastness. కాంతి స్వరూపాన్ని సర్వత్రా వ్యాప్తి గావించేటువంటి వాడే భగవంతుడు. God spreads his brilliance, effulgence all over. అతనికి ఎట్టి రూపము లేదు. He has no specific form. ఆకాశమున కంటే అతి సూక్ష్మమై ఉండు. He is subtler than space, అణువు కంటేను చాలా అణువుగా మారు. smaller than an atom. ఇలాంటి భగవంతునకు ఎట్టి రూపాన్ని నిర్మించగలరు? What form can you decide for God? నీ ఆత్మనే నీ యొక్క స్వరూపంగా కనిపిస్తూ ఉండాలి. Your very own spirit appears in this form. పరమాత్మ చైతన్యం భవ్య స్వరూపమై అంతటా నిండి తాను అండియుండు. The consciousness of the divinity, it dwells in everyone and appears in a cosmic బ్రహ్మలో form. మీరు, మీలోన బ్రహ్మం ఉండే. God is in you and you are in God. బ్రహ్మకు మీకును ఎట్టి భేదమును లేవు. There is no difference between you and God. అట్టి భేదరహితమైనటువంటి తత్వాన్ని ఈనాడు మనం భేదముగా విశ్వసించడం చేతనే అనేక దుఃఖములు గురి అవుతున్నాము. Because we are dual minded, there is no trace of non-duality, we suffer today. కనుక దైవత్వం అనగా ఇట్టి రూపము అట్టి రూపమని కాదు. You cannot decide a specific form. సర్వరూపములతో కూడి ఉండినటువంటిదే ఈ దివ్యత్వము. All forms are divine. సత్యమునందుండి సర్వము సృష్టించే. From the point of truth, God has created everything. సర్వ సత్యమునందుండి సర్వమణగే. Everything merges back in the principle of truth. సత్య రూపము లేని స్థలమేది కనుగొన్నా There is no place in this world where there is no truth. శుద్ధ సత్వం ఇది చూడరయ్యా. That is unsullied, pure truth all over. కనుక సత్యం ఎక్కడ ఉన్నది?
Where is truth? సర్వత్రా వ్యాపించినట్లే. It spreads everywhere. సత్యము లేని స్థానం లేదు. There's no place where it's not కనుకనే దైవము noticed. లేని స్థానం లేదు. So there's no place where దైవం there's no God. సర్వవ్యాపకుడు. God spreads everywhere. దీనిని పురస్కరించుకుని భగవద్గీత సర్వతః పాణిపాదం తత్సర్వతో వచ్చే శిరోముఖం సర్వత శృతిమల్లోకి సర్వమావృతిష్ఠతి అన్నాడు. Basing on this, Bhagavad Gita declared that all heads are His, all hands are His, all feet are సత్యమునికే His. అన్ని రూపములు కూడాను దాల్చి ఉన్నాడు. God is in the form of truth in everybody. కనుక మనం సత్యస్వరూపమైనటువంటి దైవత్వాన్ని మనము ఆరాధించాలనుకుంటే మన యందే ఉంటున్నారు ఆ దైవ స్వరూపము. God is in you in the form of truth. మానవులు ఈ సత్యాన్ని గుర్తించుకొనలేక సత్యస్వరూపమైనటువంటి తన యందే ఉండినప్పటికీ అది వేరేగా ఉన్నదని విశ్వసించి కాలమును వ్యర్థము గావించి కర్మలు ఆచరిస్తున్నాడు. Man is not able to realize the spirit which is truth, latent, immanent in him. He considers himself different from God and therefore he suffers. രശ്മിത പാടിക്കോളൂ കേട്ടോ. ഓക്കെ. शिव 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 शिरडी पुरीश्वर शंभो शंकर सांब शिवो भव भय मुर हर पुट्टपर्तेश्वर शंभो शंकर सदा शिवो शिव 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 शिरडी पुरीश्वर शंभो शंकर सांब शिवो कैलासाचल बाल शिवा कालकूटधर बाल शिवा केळी लालस बाल शिवा लीला तांडव बाल शिवा केळी लालस बाल शिवा लीला तांडव बाल शिवा शिव 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 शिरडी पुरीश्वर शंभो शंकर सांब शिवो भव भय मुर हर पुट्टपर्तीश्वर शंभो शंकर सदा शिवो शिव 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 शिरडी पुरीश्वर शंभो शंकर सांब शिवो कैलासाचल बाल शिवा कालकूटधर बाल शिवा केळी लालस बाल शिवा लीला तांडव बाल शिवा केळी लालस बाल शिवा लीला तांडव बाल शिवा शिव 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 शिरडी पुरीश्वर शंभो शंकर सांब शिवो. സൈറാം. സായിരാം സായിരാം. സായി ഉപമ ഒരു സ്പെക്ട്രം, അതായത് വർണ്ണരാജി വേഗത്തിൽ കറക്കുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു നിറം ഉണ്ടാകുന്നില്ല. കറക്കുന്നത് നിർത്തുമ്പോൾ 7 വർണ്ണങ്ങളും നമുക്ക് പ്രത്യേകമായി കാണുവാൻ കഴിയുന്നു. അതുപോലെ ഒരു ഫാൻ കറങ്ങുമ്പോൾ അതിന് 3 ഇലകളുള്ളതായി നാം കാണുന്നതേ ഇല്ല. പക്ഷേ അത് നമുക്ക് തണുപ്പും കാറ്റും സുഖവും നൽകുന്നു. അതുപോലെ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ തിരിച്ചറിയുവാൻ ആകാത്ത വിധം പരസ്പരം യോജിച്ചിരിക്കുമ്പോൾ ശുദ്ധമായ ആനന്ദം മാത്രമാണ് ഉണ്ടാകുന്നത്. പാക്കിന്റെ നിറം ബ്രൗൺ ആണ്, വെറ്റിലയ്ക്ക് പച്ച നിറമാണ്, ചുണ്ണാമ്പിന് വെള്ള നിറവുമാണ്. പക്ഷെ ഇവ 3 കൂടി ചേർത്ത് ചവച്ചരച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന നിറം ചുമപ്പാണ്. അതുപോലെ ത്രിഗുണങ്ങളെ മിതമായി നിർത്തിക്കൊണ്ട് സാധന ചെയ്യുകയാണെങ്കിൽ സമാധാനമാണ് നിങ്ങൾക്ക് ലഭിക്കുക. വിളക്ക് സത്വഗുണവും തിരി തമോ ഗുണവും എണ്ണ രജോ ഗുണവുമാണ്. പക്ഷേ അവ 3 കൂടി യോജിക്കുമ്പോൾ ലഭിക്കുന്നത് പ്രകാശമാണ്. വിവേകത്തിന്റെ ആ പ്രകാശം എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ലഭിക്കുവാൻ സാധിക്കുന്നതാണ്. ജയ് സായിരാം.
സായിരാം. ഉം. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.